ഫിൻലാൻഡിലെ റൊവാനിയമിക്ക് സമീപത്തുള്ള ഹണിമൂൺ കോട്ടേജിലെ മനോഹരമായ മഞ്ഞ് മൂടിയ സായാഹ്നം. അവിടെ വിന്റർ സീസൺ ആയതിനാൽ എവിടെ നോക്കിയാലും മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാം. നിഹ ഒരു കപ്പ് കോഫിയുമായി ഗ്ലാസ് വിൻഡോയുടെ അരികിലേക്ക് നടന്നു. കുട്ടി നിക്കറും ഓവർ സൈസ് ടീഷർട്ടും ആയിരുന്നു അവളുടെ വേഷം. കൂടെ മനോഹരമായ ബെഡ്റൂം സ്ലിപ്പർ കൂടി അവൾ ധരിച്ചിട്ടുണ്ട്. കർട്ടൻ കൊണ്ടുണ്ടാക്കിയ മറ നീക്കി പുറം കാഴ്ചയിലേക്ക് കണ്ണു നട്ട് അവൾ കോഫി ഒന്ന് സിപ്പ് ചെയ്തു. ശരീരം കോച്ചുന്ന തണുപ്പാണ്, ഒപ്പം വിൻഡോയിലൂടെ ഒഴുകി വന്ന തണുത്ത കാറ്റ്. അവളുടെ ഉള്ളമൊന്ന് വിറച്ചു. ആദം കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നതായിരുന്നു. ടവൽ മാത്രമായിരുന്നു അവൻ്റെ വേഷം. നിഹയുടെ വേഷവും ആ നിൽപ്പും ഒരു വേള അവനത് ആസ്വദിച്ചു നോക്കി നിന്നു. ആദ്യമായിട്ടായിരുന്നു അതുപോലൊരു വേഷത്തിൽ അവൻ അവളെ കാണുന്നത്. അവളുടെ വെളുത്ത് തൊടുത്ത തുടയിൽ നിന്നും വാക്സ് ചെയ്ത മിനുക്കിയ കാലിലൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു. കുറച്ചുനേരം അവൾ അറിയാതെ വായി നോക്കി നിന്നു. ഇനി അവളെ അറിയിച്ചു വായി നോക്കാന്ന് കരുതിയാണ് അവൻ അവളുടെ അരികിലേക്ക് നടക്കുന്നത്. അവൻ അവളുടെ പിന്നിലൂടെ ചെന്ന് വയറിലൂടെ കയറ്റി ഇറുകെ പുണർന്നുകൊണ്ട് അവളുടെ തോളിൽ താടിയൂന്നി നിന്നു. പേടിപ്പിച്ചു കളഞ്ഞല്ലോ, നീ എൻ്റെ കയ്യിലെ കോഫി കപ്പ് ഇപ്പം വീണേനെ, നിഹ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. വീണേനെ എന്നല്ലേ, വീണില്ലല്ലോ എന്നും പറഞ്ഞു അവൻ അവളുടെ കൈയോടുകൂടെ കപ്പ് ചേർത്ത് പിടിച്ചു തൻ്റെ ചുണ്ടോടടുപ്പിച്ചു കോഫി ഒന്ന് സിപ്പ് ചെയ്തു. ഉഫ്, നീ കുടിച്ച കോഫിക്ക് ഒരു പ്രത്യേക രുചിയാണല്ലോ കുഞ്ഞോളെ. ആദാ പറഞ്ഞത് കേട്ടതും നിഹ ചുണ്ട് കൂർപ്പിച്ചു അവനെ നോക്കി. അത് ശരി, അപ്പോൾ അതും കൂടി അടിച്ചു മാറ്റില്ലേ? ഞാൻ അടിച്ചു മാറ്റിയതൊന്നുമല്ല, ഒന്ന് വിളിച്ചു നോക്കിയതല്ലേ. അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടവും ചോദ്യവും കണ്ട് അവൻ പറഞ്ഞു. എന്നാലേ അങ്ങനെ വിളിച്ചു നോക്കണ്ട, അത് എൻ്റെ അനിയേട്ടൻ വിളിച്ച് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അവൾ അവൻ്റെ കയ്യിൽ നിന്നും കോഫി തിരികെ വാങ്ങിച്ചു സിപ്പ് ചെയ്തു. ശരി, വിളിക്കുന്നില്ല, അപ്പം ഞാൻ എന്താ വിളിക്കേണ്ടേ? അവൻ അതും പറഞ്ഞ് അവളുടെ കയ്യിലെ കപ്പ് വീണ്ടും തൻ്റെ ചുണ്ടോടടുപ്പിച്ചു. സാർ ഇത്രയും നാൾ എന്താ വിളിച്ചുകൊണ്ടിരുന്നത്, അത് തന്നെ അങ്ങ് വിളിച്ചാൽ മതി. പിന്നെ ഇതെൻ്റെ കോഫിയാ, സാറിന് വേണമെങ്കിൽ ഞാൻ വേറെ ഇട്ടുതരാം. വേറെ കോഫി ആർക്ക് വേണം? എൻ്റെ നിഹ, നീ എന്തോന്നെങ്ങനെ, കുറച്ചുകൂടെ റൊമാൻറ്റിക് ആവ്. ഇല്ലെങ്കിലേ നമ്മൾ തീരെ റൊമാൻറ്റിക് അല്ലെന്നാ പലരും പറയുന്നത്. അതേത് തന്നെയാ അങ്ങനെ പറഞ്ഞത്? നിഹക്ക് സംശയം. അതേതാണ്ട് ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ, അതുകൊണ്ട് ഞാൻ ഇന്ന് ശരിക്കും റൊമാൻറ്റിക് ആകാൻ പോവുക എന്നും പറഞ്ഞ് അവളുടെ കയ്യിലെ കോഫി കപ്പ് വാങ്ങിച്ചു അവിടെ ഒരു ഭാഗത്ത് വെച്ച് അവളെ ചേർത്ത് പിടിച്ചു. തൻ്റെ മുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. എന്താ സാർ, ഇത് കഷ്ടമുണ്ട് കേട്ടോ, നിഹ അവൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു. ദേ, നിന്റെ സാറ് വിളി ഞാൻ ഇന്നത്തോടെ നിർത്തി തരുന്നുണ്ട്. അവളുടെ ഇടുപ്പിലൂടെ കയറ്റി തന്നോടടുപ്പിച്ചു. അവളുടെ കഴുത്തിൽ അവിടെയും ഇവിടെയൊക്കെയായി ചുംബിച്ചും മുഖം ഒരു സിക്കിളി കൂട്ടിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. വിട്, എന്തായി കാണിക്കുന്നേ, എനിക്ക് ഇക്കിളിയാവുന്നു. നിഹ കുതറി മാറാൻ ശ്രമിച്ചു. അന്നേരം അവൻ അവളിലെ പിടി ഒന്നുകൂടെ മുറുക്കി. നിഹ, അടങ്ങ് പെണ്ണേ, ഫസ്റ്റ് നൈറ്റ് ഫ്ലൈറ്റിലായി, പിന്നെ രാവിലെ മുതൽ ഇതുവരെ യാത്രാക്ഷീണവും ഉറക്കവും. ഇപ്പോഴാ ഒന്ന് സെറ്റായത്, നമുക്കിന്ന് ആഘോഷിക്കണ്ടേ? അവൻ അവളുടെ തോളിൽ നിന്നും ചെറുതായി ടീഷർട്ട് താഴ്ത്തി അവിടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവിടുന്ന് അവൻ്റെ ചുണ്ടുകൾ മേലോട്ട് ഇഴഞ്ഞു നീങ്ങി. അവളുടെ കഴുത്തിലും കാതിലുമായി അവൻ്റെ ചുണ്ടും നാവും ഒഴുകി നടന്നു. അവൻ്റെ പ്രവൃത്തി അവളിൽ കുളിര് പടർത്തി. അതിനിപ്പോൾ രാത്രി ആയില്ലല്ലോ സാർ. അവൻ്റെ അതിരങ്ങൾ തൻ്റെ കഴുത്തിൽ തീർക്കുന്ന മായാജാലം അവളെ വിവശയാക്കി തുടങ്ങി. ഹണിമൂണിനിടയിൽ രാവെന്നോ പകലെന്നോ ഇല്ല എൻ്റെ നിഹ. രാവുകൾ പകലായി മാറുമ്പോൾ പകലുകൾ രാവായി മാറും. ഓരോ രാവിലും പകലിലും നിന്നിൽ എനിക്കൊരു പ്രണയമഴയായി പെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. അതും പറഞ്ഞ് അവൻ അവളുടെ ടീഷർട്ട് പൊക്കി അതിനുള്ളിലൂടെ നുഴഞ്ഞു കയറി കഴുത്തിലൂടെ തല പുറത്തേക്ക് ഇറക്കി വെച്ചു. ഓവർ സൈസ് ടീഷർട്ട് ആയതിനാൽ അതിനകത്ത് കയറിക്കൂടാൻ അവന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ നിഹയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൻ്റെ നഗ്നമായ നെഞ്ച് അവളുടെ മാറിടത്തിൽ അമർന്നതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അത് മനസ്സിലായെന്ന പോലെ അവൻ ഒന്നുകൂടെ അവൾ അണച്ചു പിടിച്ചു. ഇച്ച എന്തുവായി കാണിക്കുന്നേ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? പറ്റിയില്ലേ നമുക്ക് കട്ട് ചെയ്യാന്നേ, ആദം നിസ്സാരമട്ടി പറഞ്ഞു. എന്ത്? അവളൊരു വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു. ടീഷർട്ട്. അതാണോ? ഞാൻ കരുതി. നിഹ മുഴുവനാക്കാതെ നിർത്തി. നീ എന്തോ കരുതി? അത് പിന്നെ എൻ്റെ കഴുത്ത് വെട്ടാന്ന് പറഞ്ഞതാണോന്ന്. അച്ചോടാ, ഞാനത് ചെയ്യോ? അവളുടെ താടി പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ശേഷം അവളെയും കൊണ്ടവൻ തൊട്ടരികിലെ ബീൻ ബാഗിലേക്ക് മറിഞ്ഞു.
അവളുടെ മേലെയാണ് അവനിപ്പോൾ ഉള്ളത്. ആ ടീഷർട്ടിനുള്ളിൽ ഇനിയും നിൽക്കുക പ്രയാസമാണെന്ന് തോന്നിയതും അവൻ അവളുടെ ടീഷർട്ട് പൊക്കി തലവഴി വലിച്ചൂരി. മിഴിഞ്ഞ കണ്ണാൽ അവളവനെ ഒന്ന് നോക്കി. ഷോർട്സും ഇന്നർ വെയറും മാത്രമിട്ട് നിൽക്കുന്ന അവളെ കാണവേ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ വല്ലാത്ത ഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അവനെ തള്ളി മാറ്റി ബെഡിനരികിലേക്ക് ഓടി. ബെഡിൽ കിടക്കുന്ന വെളുത്ത ബ്ലാങ്കറ്റ് എടുത്ത് അവൾ തൻ്റെ ദേഹം മറച്ചു പിടിച്ചു. ബെഡിൽ കാലുകുത്തിയിരുന്ന് മുഖം മുട്ടിൽ പൂഴ്ത്തി. അന്നേരം മുറിയിലെ തണുപ്പ് അസഹനീയമായിരുന്നു. തണുക്കുന്നുണ്ടോ? അവളുടെ ഇരിപ്പ് കണ്ട് അവൻ ചോദിച്ചു. അവളൊന്ന് മൂളി. അന്നേരം അവൻ ഇലക്ട്രിക് ഫയർ പ്ലേസ് ഓൺ ചെയ്തു വെച്ചു. കൃത്രിമ തീജ്വാലകൾ സൃഷ്ടിച്ചുകൊണ്ട് LED ലൈറ്റിനാൽ സജ്ജീകരിച്ച ആർട്ടിഫിഷ്യൽ ഫയർ പ്ലേസിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. അവൻ അതിൻ്റെ റിമോട്ട് കൺട്രോളറിലൂടെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പതിയെ പതിയെ മുറിയിലെ തണുപ്പ് കുറഞ്ഞു തുടങ്ങി. ആദം റിമോട്ട് ബെഡിൻ്റെ അരികിൽ വെച്ചു. അവളുടെ അരികിൽ വന്നിരുന്നു. അവളുടെ പുതപ്പ് വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അവൾ പിടിവിട്ടില്ല. എന്നാ ഞാനുണ്ടെന്ന് പറഞ്ഞ് അവനും പുതപ്പിനുള്ളിലേക്ക് നൂണ്ട് കയറി. ഇരുവരും ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ ഒട്ടിച്ചേർന്നിരുന്നു. അതിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ മേനിയിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ബ്ലാങ്കറ്റിനുള്ളിൽ നിന്നും അവളുടെ കൈയിലൂടെ അവൻ തൻ്റെ കൈവിരലുകൾ പതിയെ മുകളിലോട്ട് ചലിപ്പിച്ചു. അവൻ്റെ കൈ അവിടുന്ന് അവളുടെ തോളും കഴുത്തും കടന്നു അവളുടെ മൃദുലതയിൽ എത്തി നിന്നു. പഞ്ഞിക്കെട്ടിൽ സ്പർശിക്കും പോലുള്ള ഒരു ഫീലായിരുന്നു അവൻ അന്നേരം. അതവൻ മതി വരുവോളം ആസ്വദിച്ചു. അവൻ്റെ കൈ പിന്നെ അടങ്ങി നിന്നതേയില്ല. അവളുടെ വയറിൽ കുസൃതി കാട്ടി തുടങ്ങി. അവനെ തള്ളി മാറ്റാനോ ചേർത്ത് പിടിക്കാനോ ആവാതെ നിഹ കൃത്രിമ ദേഷ്യം കാട്ടി. പിന്നീട് അവൻ തൻ്റെ കൈ താഴേക്ക് ചലിപ്പിച്ചു. അവളുടെ നഗ്നമായ തുടയിൽ അമർത്തി പിടിച്ചു. അടങ്ങിയിരിക്കു ചക്ക, അവൾ അവൻ്റെ കയ്യിൽ ചെറുതായി പിച്ചിക്കൊണ്ട് പറഞ്ഞു. എന്തോ ഈ ചക്കയും മാങ്ങയും എന്നൊക്കെ വിളിക്കാൻ നേരം സ്നേഹത്തോടെ ഇച്ചായ എന്ന് വിളിച്ചൂടെ എൻ്റെ പൊന്നു നിഹ കൊച്ചെ. അവളുടെ കവിളിൽ മുഖമുരസിക്കൊണ്ടവൻ പറഞ്ഞു. എന്നാ വിളിച്ചേക്കാം ഇച്ചായ, അവൾ പ്രത്യേക ഈണത്തിൽ നീട്ടി വിളിച്ചു. എന്തോ അവൻ അതേ ഈണത്തിൽ വിളി കേട്ടു. ഇച്ചായ, എന്തോ ഇച്ചായ, എന്തോ അടി ഇച്ചായ. മതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊന്നും പറ്റില്ല, എനിക്ക് ഇച്ചായാന്ന് വിളിക്കണം. ഇച്ചായ ഇച്ചായ ഇച്ചായ. അവൾ അവൻ്റെ കാതോരം ചേർന്ന് പല ഈണത്തിൽ വിളിച്ചുകൊണ്ട് അവനെ വെറുപ്പിച്ചു. ഇച്ചായോ, എന്താ മിണ്ടാത്തെ? ഐ ലവ് യു ഇച്ചായ. ഞാൻ ഇച്ചായാന്ന് വിളിക്കുന്നത് കേട്ടി ഇച്ചായൻ ഹാപ്പി ആയോ? പറ ഇച്ചായ. എന്തുവാ ഇച്ചായ ഇത്? എന്തേലും ഒന്ന് പറയണ്ടേ ഇച്ചായ? നിഹ വിടുന്ന മട്ടില്ല. ആദ്യം ക്ഷമിച്ചു നിന്ന് അവസാനം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതും അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവളുടെ മേലെ അമർന്നു. ഒന്നുകൂടെ വിളിച്ചേ. അവൻ അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു ലോക്ക് ചെയ്ത് വെച്ച് അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. താൻ പോടോ ഇച്ചായ. അതും പറഞ്ഞവൾ അവന് നേരെ പുരികം പൊക്കി. അന്നേരം അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയിൽ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടിരുന്നു. അടുത്ത നിമിഷം അവൾക്കിരിക്കുന്ന ഷോർട്സ് അവൻ വലിച്ചെടുത്തതും ആ ചിരിക്ക് പിന്നിൽ എന്തായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കി. അവൾ വെപ്രാളത്തോടെ തൻ്റെ ദേഹം മുഴുവനും ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്തു അവനിൽ നിന്നും അകലം പാലിച്ചു. അവൻ ബ്ലാങ്കറ്റ് വലിച്ചെടുക്കാൻ നോക്കിയതും അവൾ പിടിവിട്ടില്ല. ഒടുവിൽ ബ്ലാങ്കറ്റിനുള്ളിൽ കൈയിട്ടുകൊണ്ട് അവൻ അവളുടെ കാലിനടിയിൽ ഇക്കിളി കൂട്ടി. കൂടെ അവളുടെ മുഖത്തേക്കും കഴുത്തിലേക്കും ഇടതടവില്ലാതെ അവൻ ചുംബിച്ചുകൊണ്ട് അവളെ തളർത്തി. ഒടുവിൽ അവളിൽ നിന്നും ബ്ലാങ്കറ്റ് അടർന്നു പോകുന്നത് തിരിച്ചറിഞ്ഞതും അവൾ നാണത്താൽ തൻ്റെ മുഖം കൈകൾ കൊണ്ട് മറച്ചു പിടിച്ചു. ഒരേ നിറത്തിലുള്ള ഹോട്ടായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രമാണ് ഇപ്പോൾ അവൾ ധരിച്ചിട്ടുള്ളത്. തൻ്റെ ശരീരത്തിലേക്ക് അവൻ പ്രണയത്തോടെ നോക്കുന്നതും അന്നേരത്ത് അവൻ്റെ ആ കള്ളച്ചിരിയൊക്കെയും അവൾ വിരലുകൾക്കിടയിൽ ഓട്ടയിട്ട് ഒളികണ്ണാലെ നോക്കി. താൻ നോക്കുന്നത് അവൻ കണ്ടുവെന്ന് മനസ്സിലാക്കിയ നിഹ ശരീരം മറക്കാൻ വേണ്ടി ബെഡിൻ്റെ അറ്റത്ത് കിടക്കുന്ന ബ്ലാങ്കറ്റ് എടുക്കാൻ ഏന്തി വലിഞ്ഞതും ആദം ബ്ലാങ്കറ്റ് എടുത്ത് ബീൻ ബാഗിലേക്ക് വലിച്ചെറിഞ്ഞു. തന്നിലേക്ക് നീളുന്ന അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തലയണ എടുത്ത് മുഖം മറച്ചു പിടിച്ചു. തലയണ അവളിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ട് ആദം അവളുടെ അരികിൽ വന്ന് കിടന്നു. നിഹ, നീ ശരിക്കും ഒരു സുന്ദരി തന്നെ. ഏറെ നേരമായി നീ എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നു. അവൻ പ്രണയാർദ്രമായി മൊഴിഞ്ഞതും അവളുടെ ഹൃദയത്തിൽ ഹിമകണങ്ങൾ പൊടിഞ്ഞു. ഒപ്പം നാണവും അതിരില്ലാത്ത സന്തോഷവും. ആദ്യം ഞാൻ കരുതിയത് സാരി ഉടുക്കുമ്പോൾ നിന്നെ കാണാൻ കൂടുതൽ ഭംഗിയെന്ന്. ചിലപ്പോൾ തോന്നും ചുരിദാറാണ് നിനക്ക് കൂടുതൽ ഇണങ്ങുന്നതെന്ന്. മോഡേൺ ഡ്രസ്സ് ഇടുമ്പോൾ തോന്നും അതാണ് നിനക്ക് കൂടുതൽ ചേർച്ചയെന്ന്. നാടൻ വേഷായ ധാവണി ധരിച്ചു വരുമ്പോൾ അവിടെയും നീ എൻ്റെ കൺട്രോൾ കളയും. നേരത്തെ ഷോർട്സിൽ കണ്ടപ്പോൾ ഞാനിങ്ങ് വീണ് പോയില്ലേ. അതെ, ഇങ്ങനെ കാണുമ്പോൾ തോന്നുക
ഇതാണ് നിന്നെ കൂടുതൽ സുന്ദരിയാക്കുന്നതെന്ന് നിന്നിൽ നിന്നും എനിക്ക് കണ്ടെടുക്കാനേ തോന്നുന്നില്ല. ഇപ്പോഴൊന്നും നിന്നെ ഇതുപോലെ ഹോട്ട് ലുക്കിൽ കാണാൻ പറ്റുന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇതുപോലൊരു മനോഹരമായ നിമിഷം സമ്മാനിച്ചതിനെ താങ്ക്സ്. അവളുടെ കൈയെടുത്ത് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിനക്ക് ഒടുക്കത്തെ കളറും ഫിഗറുമാണല്ലോ പെണ്ണെ, ലൈക്ക് എ കൊറിയൻ ഗേൾ. അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. അവൻ്റെ പറച്ചിലിൽ അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. അവൾ അപ്പോഴും കണ്ണടച്ച് കിടക്കുന്നുണ്ട്. അവളിൽ നിന്നും പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് പതിയെ ഊതി. എന്നിട്ട് അവൾ കണ്ണു തുറന്നില്ല. അന്നേരം ആദം മുറി മുഴുവൻ കണ്ണോടിച്ചു. മുറിയിൽ തണുപ്പ് കുറഞ്ഞതിനാൽ ഫയർ പ്ലേസ് ഓഫ് ചെയ്ത് അവൻ സെറ്റിയുടെ അരികിലേക്ക് നടന്നു. രാത്രിയിലെ ബെഡ് ഡെക്കറേഷന് വേണ്ടിയാവാം ഒരു ബൗൾ നിറയെ റോസ് പെറ്റൽസ് സെറ്റിയോട് ചേർന്ന ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ അവൻ ഫ്രിഡ്ജ് തുറന്നു ഒരു ഗ്ലാസ് മോക്ടെയിൽ എടുത്ത് തൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു. കൂലി കഴിഞ്ഞ് കുടിക്കാനായി ഓർഡർ ചെയ്തതായിരുന്നു. നേരത്തെ റൊമാൻസിനിടയിൽ അക്കാര്യം മറന്നു പോയതാണ്. തൻ്റെ അരികിൽ ഇപ്പോൾ ആദമിൻ്റെ സാന്നിധ്യം ഇല്ലെന്ന് തോന്നിയതും നിഹ മെല്ലെ കണ്ണു തുറന്നു. അവനവിടെ ഇല്ല എന്ന് കണ്ടതും ദീർഘമായി നിശ്വസിച്ചുകൊണ്ടവൾ തൻ്റെ ശരീരത്തിലേക്ക് സ്വയമേ ഒന്ന് നോക്കി നാണിച്ചു. ഓടിപ്പോയി ഡ്രസ്സ് എടുത്തിടാം എന്ന് കരുതി എഴുന്നേറ്റപ്പോഴാണ് ആള് മോക്ടെയിലും ആസ്വദിച്ച് കുടിച്ചുകൊണ്ട് വരുന്നത്. മറ്റേ കയ്യിൽ ഒരു ബൗളും ഉണ്ട്. അതിലിനി എന്താണാവോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആളുടെ മുന്നിൽ ഇനിയും ഇങ്ങനെ നിൽക്കേണ്ടി വന്നാൽ ഞാനങ്ങ് നാണിച്ചു പണ്ടാരടങ്ങും. ഇയാൾ മനുഷ്യന് തുണി ഉടുക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഇതാണോ ഹണിമൂൺ? അയ്യേ, ശരിക്കും എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഹണിമൂൺ ആഘോഷിക്കുക? ഹേയ്, ഇതിപ്പോൾ ആദം ജോണിന് ഇത്തിരി ഇളക്കം കൂടിയതാണ്. ഫിൻലാൻഡ് എന്ന് കേട്ടപ്പോൾ ഞാനിങ്ങനെ ചാടി പുറപ്പെടാൻ പാടില്ലായിരുന്നു. അതിന് ഞാനറിഞ്ഞോ ഇങ്ങനെ റൊമാൻസിച്ച് മരിക്കാനാ ഇങ്ങോട്ട് വന്നേന്ന്? നിഹ ആത്മകഥം പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടക്കുന്ന 2 തലയണ എടുത്ത് തൻ്റെ നഗ്നത മറച്ചു പിടിച്ചു. അപ്പോഴേക്ക് അവൻ ബെഡിനരികിൽ എത്തിയിരുന്നു. അവളുടെ കിടപ്പ് കണ്ട് അവന് ചിരിയും വരുന്നുണ്ട്. അവളുടെ കാലും കൈയും മാത്രമേ ശരിക്കും കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ചെറുതായി തലയും കാണാം. ഇതെന്ത് ജീവി? ഓ, ഇതാണല്ലേ ബില്ലോ കന്യക. നിമിഷങ്ങൾക്കകം ഞാൻ നിന്റെ കന്യക എന്ന സ്റ്റാറ്റസ് മാറ്റി തരുന്നുണ്ട് കേട്ടാ, ആദം മനസ്സിൽ പറഞ്ഞു. ഹലോ ബില്ലോ കന്യകെ, ഇങ്ങോട്ട് നോക്ക്, ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആദത്തിൻ്റെ വിളി കേട്ട് നീ ആ മുഖത്ത് നിന്നും തലയണ മാറ്റി അവനെ കൂർപ്പിച്ചു നോക്കി. നിനക്ക് എന്നും ഈ ഒരു ഭാവം മാത്രമേ വരത്തുള്ളൂ? ആദം അവളെ പുച്ഛിച്ചു. ആ അതെ. എടോ, എൻ്റെ ഡ്രസ്സിങ് താ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ കലിപ്പിട്ടു. ആഹാ, എന്നാ നിന്റെ ദേഷ്യം കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അവൻ ബെഡിൽ നിഹയുടെ അരികിലായി വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. ദേ സാറേ, കളിക്കല്ലേ. ഇതുപോലെ ഇയാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. റൊമാൻസ് ഒക്കെ ആവാം, പക്ഷേ ഇതുപോലെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ എന്നിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. ഞാനെന്താ വല്ല ഷോ പീസ് ഐറ്റമാണോ? ആ ലൈറ്റൊന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ഇതിപ്പോൾ ഉള്ള മൂടും കൂടി പോയി കിട്ടി, നിഹ കടുപ്പിച്ച് പറഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യാനാ? ഇരുട്ടത്ത് അന്താക്ഷരി കളിക്കാനാണോ? സോറി, തെറ്റ് എൻ്റേതാണ്. മാഡത്തിനെ ഇതുപോലൊരു ചിന്താഗതിയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. മാഡായിട്ട് പറഞ്ഞതുമില്ല. ആദം പരിഹാസ രൂപേണ പറഞ്ഞു. നീയും ഞാനും 2 അല്ല 1 ആണെന്നാണ് ഞാൻ കരുതിയത്. നമുക്കിടയിൽ ഒരു മറയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നീ എൻ്റേതാണ്. നിന്നിലെ ഓരോ അണുവും എനിക്ക് സ്വന്തമാണ്. ആ നിന്നെ പലതരത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും മനോഹരമാക്കണം, അതായിരുന്നു എൻ്റെ മനസ്സിൽ. നിന്നോട് ഞാൻ കാണിക്കുന്ന ഈ കുറുമ്പും കുസൃതിയും ഫൈറ്റും നീയും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതി. ഇതുപോലൊരു അൺറൊമാൻറ്റിക് മൂരാച്ചി ബ്ലഡി പൂതറ കെട്ടിയോളെ ഹണിമൂൺ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇതിനെയൊക്കെ അവിടെ തന്നെ വല്ല ബീച്ചിലോ പാർക്കിലോ കൊണ്ടുപോയി കാറ്റ് കൊള്ളിച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് രാത്രിയിൽ ലൈറ്റും ഓഫ് ചെയ്ത് 4 ചുവരുകൾക്കുള്ളിൽ നിന്നും എൻ്റെ ഉള്ളിലെ കാമം നിന്നിലേക്ക് ഒഴുക്കിക്കളയണം. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് 2 പേരും തെക്കും വടക്കും നോക്കി കിടക്കാം. അതാണോ നീ ഉദ്ദേശിച്ച കംഫർട്ടബിൾ? എന്നാ ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് അതല്ല. ഈ ഹണിമൂണെന്ന് വെച്ചാൽ പിന്നെ എന്ത് തേങ്ങയാണെന്നാണ് നീ കരുതിയത്? ചുറ്റിയടിക്കാൻ മാത്രമാണെന്നോ? അതിന് ട്രിപ്പെന്നോ ടൂറെന്നോ പറഞ്ഞ പോരെ? ഇതിപ്പോൾ എൻ്റെ മൂടും കൂടി പോയി കിട്ടി. തൻ്റെ കയ്യിലെ മോക്ടെയിൽ ഗ്ലാസും റോസ് പെറ്റൽസ് ബൗളും ഒരു ഭാഗത്ത് വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൻ്റെ ഒരു ഭാഗത്തായി വന്ന് കിടന്നു. ഇതൊക്കെ കേട്ടപ്പോൾ നിഹയ്ക്ക് കുറ്റബോധം.
ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. അവൻ പറഞ്ഞതൊക്കെയും ശരിയല്ലേ? താൻ പറഞ്ഞതും ചിന്തിച്ചു കൂട്ടിയതുമാണ് തെറ്റ്. എൻ്റെ താല്പര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ആളുടെ ഇഷ്ടവും താല്പര്യം കൂടി ഞാൻ അറിയണമായിരുന്നു. നമ്മൾ നമ്മുടെ ഇണയുടെ മനസ്സറിഞ്ഞ് പെരുമാറണം. അവിടെയാണ് ഒരു ഭാര്യയുടെ വിജയം. അപ്പോഴാണ് ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢവും മനോഹരവുമാവുന്നത്. എനിക്കിതെന്തിൻ്റെ കേടായിരുന്നു? ഫിൻലാൻഡിൽ വന്ന് അങ്ങേരെ ചൊറിയണമായിരുന്നു. സമയവും സന്ദർഭമൊക്കെ നോക്കി നാട്ടിലെത്തി ചൊറിഞ്ഞാൽ പോരെ? പോട്ടെ, ഇനിയിപ്പോൾ ഒരു സോറിയും പറഞ്ഞ് രണ്ടുമ്മയൊക്കെ കൊടുത്ത് സോപ്പിട്ട് നോക്കാം എന്നും മനസ്സിൽ പറഞ്ഞ അവൾ അവനരികിലേക്ക് നടന്നു നീങ്ങി. മുഖം തിരിഞ്ഞു കിടക്കുന്ന അവനോട് ഒട്ടിച്ചേർന്ന് അവൻ്റെ വയറിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു ഒരു സോറി പറഞ്ഞു നോക്കിയെങ്കിലും ഏറ്റില്ല. പിന്നെ ഇത്തിരി ഫീലിങ്സോട് കൂടെ സോറി പറഞ്ഞു നോക്കി, തീരെ ഏറ്റില്ല. കൂടെ 2-3 ഇമോഷണൽ ഡയലോഗും പറഞ്ഞു. എന്നിട്ടും ആൾക്ക് ഒരു കുലുക്കുമില്ല. സെൻറ്റിമെൻറ്റ്സ് വർക്കാവില്ല എന്ന് തോന്നിയതും അവൾ റൂട്ട് മാറ്റി പിടിച്ചു. ഒന്ന് റൊമാൻറ്റിക്കായി നോക്കിയാലോ, അതാവുമ്പോൾ പെട്ടെന്ന് വീണോളും എന്ന് കരുതി അവൻ്റെ കാതിൻ തുമ്പ് കടിച്ചു വിട്ടുകൊണ്ട് പ്രണയാർദ്രമായ സ്വരത്തിൽ ഒരു സോറി പറത്തി വിട്ടു. ഒപ്പം കാതിൻ തുമ്പും നുണഞ്ഞുകൊണ്ട് ഒരു ഐ ലവ് യു കൂടി പറഞ്ഞു. അന്നേരം അവൻ മലർന്നു കിടന്നുകൊണ്ട് അവളെ ദഹിപ്പിച്ചു നോക്കി. സോറി പോലും ആർക്ക് വേണം നിന്റെ സോറി? കൊണ്ടുപോയി കിണറ്റിലിട്. ആദം ജോണിൻ്റെ മാസ്റ്റർ പീസ് ഡയലോഗ്. ഒന്ന് മാറ്റിപ്പിടിയെൻ്റെ മാഷേ. ശരി, സോറി വേണ്ടെങ്കിൽ കിണറ്റിലിട്ടേക്കാം. അതിനിവിടെ കിണറുണ്ടോ ആവോ? അപ്പോൾ ഞാൻ തന്ന ഐ ലവ് യു കിണറ്റിലിടണ്ടേ? സോറി വേണ്ടെങ്കിൽ ഐ ലവ് യു വേണ്ട, അതിങ്ങ് തിരിച്ചു തന്നേക്ക്. ഞാൻ കൊണ്ടുപോയി വല്ല സ്വിമ്മിംഗ് പൂളിലോ മറ്റോ തള്ളിയേക്കാം. എനിക്കിപ്പോൾ എൻ്റെ ഐ ലവ് യു തിരിച്ചു കിട്ടണം. നിഹ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, നല്ല ഫ്രഷ് ചളി. എന്നെ കൊണ്ട് തിരികെ ഐ ലവ് യു പറയിപ്പിക്കാനുള്ള അടവ്. നടക്കില്ല. ശരി, തിരികെ തരുന്നതിന് വേണ്ട. എന്നാ ഇച്ചായൻ തന്നെ അങ്ങെടുത്തോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിഹ ചിരി കടിച്ചു പിടിച്ചു. ഇച്ചായനോ? ആരുടെ ഇച്ചായൻ? സാർ, അതാണല്ലോ നിനക്കിഷ്ടം. ഇനി അങ്ങോട്ടേ അത് മതി. ആദം ദേഷ്യത്തിലാണ്. ഓ അവിടുന്ന്, ഞാനിനി ഇച്ചായാന്നേ വിളിക്കും. എൻ്റെ ഇച്ചായനാണേ സത്യം. ഡി, എൻ്റെ തല പൊട്ടിത്തെറിച്ചോട്ടെ എന്നാണോ നിൻ്റെ ആഗ്രഹം? അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എന്താ ഇച്ചായ ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ സംസാരിക്കുന്നത്? അപ്പോൾ എന്നെ അത്രമാത്രമേ വിശ്വാസമുള്ളൂ? ഇച്ചായ, ഞാനെന്നാ ഒരു സത്യം പറയട്ടെ. ഞാൻ നേരത്തെ ഇച്ചായനോട് ദേഷ്യപ്പെട്ടില്ലേ? അതെ, ഒരു പ്രാങ്കായിരുന്നു. നിഹ അത് പറഞ്ഞ് അവനെ പാളി നോക്കി. എന്തോന്ന്? പ്രാങ്ക്. PRANK. പ്രാങ്ക്. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഇച്ചായ, എങ്ങനെയുണ്ട് എൻ്റെ പ്രാങ്ക്? ഇച്ചായൻ ശരിക്കും ഞെട്ടിയില്ലേ? ഞെട്ടും. അതാണ് ഈ നിഹയുടെ കഴിവ്. അല്ലാതെ ഞാൻ എൻ്റെ ഇച്ചായൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയുമോ? ഷോ, ഭർത്താവെന്ന് വെച്ചാൽ ദൈവങ്ങളുടെ കൂട്ടത്തിൽ കാണുന്ന ഏട്ടത്തി എന്നെ പഠിപ്പിച്ചേ. നിഹ അവനെ സോപ്പിട്ട് പതപ്പിച്ച് കുളിപ്പിച്ച് കിടത്തി. മോളെ നിഹാരികെ, നിന്നേക്കാൾ 5-6 ഓണം അധികം ഉള്ളവനാ ഈ ഞാൻ. എന്നോട് തന്നെ വേണോ നിന്റെ ഈ നിലവാരമില്ലാത്ത നമ്പർ ഇറക്കൽ? പ്രാങ്കാണ് പോലും പ്രാങ്ക്. പ്രാങ്കല്ല, ഭ്രാന്താണ് ഭ്രാന്ത്. ആർക്ക്? ഇച്ചായനോ? അല്ല, നിന്റെ മറ്റവന്. ഓ ആയിക്കോട്ടെ, അതല്ല ഞാൻ ആലോചിക്കുന്നതേ. ഇച്ചായന് 29 വയസ്സായുള്ളൂ. ഞാൻ കരുതി ഒരു 32, 35 കാണുമെന്ന്. ഷോ, ഇതിപ്പോൾ ചിന്ന പയ്യൻ. ഇച്ചായൻ്റെ ഈ കട്ടത്താടിയും മീശയും കണ്ട 35 മെച്ചൂരിറ്റി തോന്നിക്കൂട്ടോ. നീ അവൻ്റെ താടി പിടിച്ച് കൊഞ്ചിച്ചോടെ ദേഷ്യം പിടിപ്പിച്ചു. അതെ, ഈ താടി ഇത്തിരി കുറച്ചാലെന്താ? ഇതിപ്പോൾ കവിളിലെ ഭംഗിയുള്ള നുണക്കുഴി കാണാൻ സൂക്ഷ്മദർശിനി വെച്ച് നോക്കേണ്ട അവസ്ഥയാണ്. അതുമല്ല, ആ രോമൊക്കെ എൻ്റെ ദേഹത്ത് കൊള്ളുമ്പോഴേ മുള്ളു കുത്തുന്ന ഫീലാണ്. ആണോ? എന്നാലേ അങ്ങ് സഹിച്ചേക്ക്. ഈ താടിയാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ഈ താടിയിൽ വീഴാത്ത പെൺപിള്ളേരെ ചുരുക്കമായിരിക്കും. ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഈ താടിയോട് എന്താ ഇത്ര പ്രേമം? എനിക്കിഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഇത്രയും വേണ്ട. നോക്കിക്കോ, നാട്ടിലെത്തിയാൽ ഞാൻ ഇതൊക്കെ ട്രിം ചെയ്ത് വെട്ടി ഒതുക്കും. അതിന് മോൾ ഒന്നുകൂടെ ജനിക്കണം. എൻ്റെ താടി തൊട്ടാ നിൻ്റെ കൈ ഞാൻ വെട്ടും, ആദം കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് നോവുന്നെന്ന്. നീ ചിണുങ്ങി. നിനക്ക് നോവുന്നുണ്ടല്ലേ? അത് ശരി, നോവട്ടെ എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിലും തോളിലും കാതിലും അവൻ തൻ്റെ താടി കൊണ്ടുരച്ചി അവളെ ദേഷ്യം പിടിപ്പിച്ചു. ആദ്യം കാണിച്ച എതിർപ്പുകൾ കുറഞ്ഞു വന്നു. പതിയെ അവൻ്റെ കുറുമ്പും കുസൃതിയും അവളും ആസ്വദിച്ചു തുടങ്ങി. അവൻ്റെ പ്രണയവും കാമവും ഏറ്റുവാങ്ങാൻ തയ്യാറായി നീ അവന് മുന്നിൽ കണ്ണടച്ചു കിടന്നു.
അന്നേരം അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ നേർത്ത പുഞ്ചിരി വൈകാതെ അവൻ്റെ ചുണ്ടിലേക്കും പടർന്നു. ഇപ്പോൾ അവൻ്റെ ദേഷ്യമൊക്കെയും എങ്ങോ മാഞ്ഞു പോയിരിക്കുന്നു. ആദം തൻ്റെ ഉള്ളം കയ്യിൽ ഒരു പിടി റോസാ ഇതളുകൾ എടുത്ത് കണ്ണടച്ച് കിടക്കുന്ന അവളുടെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. നിഹ, ഇങ്ങോട്ട് നോക്ക് പെണ്ണെ. അവൾ ഇല്ലെന്ന പോലെ തലയിറക്കി. അവൻ തൻ്റെ കയ്യിലെ റോസാ ഇതളുകളെ പതിയെ ഊതി അവളുടെ മുഖത്തേക്ക് പറത്തിവിട്ടു. ആ നിമിഷം നിഹയ്ക്ക് തൻ്റെ മുഖത്താകമാനം കുളിര് പടരുന്ന ഫീല് തോന്നിയതും അവൾ ചെറുതായി കണ്ണു തുറന്നു. അന്നേരം അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നു. അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്ക് പ്രണയത്തിൻ്റെ പരിമളം വീശിക്കൊണ്ട് പനിനീർ പൂവിൻ്റെ ഓരോ ഇതളുകളും അവളുടെ കവിളിനെയും അധരങ്ങളെയും ചുംബിച്ചുണർത്തി. അവൻ അവളുടെ ശരീരം മുഴുവൻ റോസാ ഇതളുകൾ കൊണ്ട് മൂടി. പിന്നീട് അവൻ അവളുടെ ദേഹത്ത് നിന്നും ഓരോ ഇതളുകളായി ഊതിക്കളഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ നിശ്വാസം അവളുടെ മേനിൽ ഒരു ശ്വാസക്കാറ്റായി പതിഞ്ഞു. അവളുടെ വയറിൽ വീണ് കിടക്കുന്ന ഇതളുകളെ ഊതിക്കളയുമ്പോൾ അവൻ്റെ നാവ് നാഭിച്ചുഴിയിൽ ആഴ്ന്നിറങ്ങി. ആ നിമിഷം അവളുടെ അടിവയറ്റിനുള്ളിൽ കുളിര് പടരുന്ന പോലെ തോന്നി. റോസാ ഇതളുകൾ കൊണ്ട് മൂടപ്പെട്ട അവളുടെ തുടയിലും കാലിലും അവൻ തൻ്റെ നിശ്വാസത്താൽ ഒരിളം തെന്നലായി തഴുകി. അവളുടെ ഉടലാകെ തണുപ്പ് പടർത്തിക്കൊണ്ട് അവൻ്റെ നിശ്വാസം കുളിർ തെന്നലായി അവളെ വന്ന് പൊതിഞ്ഞു. കാൽപാദത്തിന് മേലെ കിടക്കുന്ന ചുവന്ന റോസാ ഇതളുകൾ അവളുടെ വെളുത്ത കാൽപാദത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടി. അവളുടെ കാലെടുത്ത് അവനെ തൻ്റെ ചുണ്ടോടടുപ്പിച്ചു. പിന്നീട് ഓരോ വിരലുകളായി നുണയുമ്പോൾ അവൻ്റെ കണ്ണിലെ കത്തുന്ന പ്രണയം അവൾ കണ്ണടക്കാതെ നോക്കി നിന്നു. അവളുടെ നെറുകയിൽ അത്രമേൽ പ്രണയത്തോടെ ചുണ്ടമർത്തുമ്പോൾ അവൾ ആ ചുംബനം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. അവൻ അവളുടെ മുഖത്താകമാനം ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ഇതവണ അവൾ കണ്ണടച്ചില്ല. അവന് തന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം അവൾ നോക്കി കാണുകയാണ്. അവളിൽ അവശേഷിക്കുന്ന വസ്ത്രങ്ങൾ അവൻ്റെ കൈകളാൽ അടർന്നു പോകുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും അവൾ നോക്കി നിന്നു. തൻ്റെ ഉടലിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവനിലെ പ്രണയം കാമത്തിലേക്ക് വഴിമാറുന്നത് അവൾ തിരിച്ചറിഞ്ഞു. ഓരോ നോട്ടം കൊണ്ടും ചുംബനം കൊണ്ടും തലോടിയും തഴുകിയും അവൻ തന്നിലെ നഗ്നത ആസ്വദിക്കുന്നത് അവൾ നാണത്തോടെ നോക്കി നിന്നു. അന്നേരം അവളിൽ ദേഷ്യമോ ലജ്ജയോ ഒന്നുമില്ലായിരുന്നു. അവൻ പകുത്ത് നൽകുന്ന പ്രണയാനുഭൂതിയാൽ അവനെന്ന ലോകത്ത് അവൾ മതിമറന്നു പോയിരുന്നു. ഒപ്പം അവളെന്ന ലോകത്ത് അവനും. അവളിലേക്ക് പൂർണ്ണമായി അമർന്നുകൊണ്ട് അവൻ അവളുടെ ഉടലാകെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അവൻ തൻ്റെ ചുണ്ടിനാലും നാവിനാലും അവളിലെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തി. ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ ഇടയ്ക്ക് തൻ്റെ കണ്ണിലേക്ക് കള്ളനോട്ടം പായിക്കും. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകളിറകെ പൂട്ടി. അവളുടെ പെൺമയിൽ അവൻ്റെ അധരങ്ങൾ അമർന്നതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവളിൽ നിന്നുള്ള നേരിയ എതിർപ്പുകൾ വകവെക്കാതെ അടുത്ത നിമിഷം അവൻ തൻ്റെ ചുണ്ടിനാലും നാവിനാലും അവിടം തഴുകി അവളെ അനുഭൂതിയുടെയും ഉന്മാദത്തിൻ്റെയും കൊടുമുടിയിൽ എത്തിച്ചു. അവളുടെ കൈ അവൻ്റെ മുടിക്കുള്ളിലേക്ക് നൂണ്ടു കയറി. അവളെന്ന പെണ്ണ് അവൻ്റെ സിരകളിലൂടെ ഒരു ലഹരിയായി ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങി. അവൻ സമ്മാനിക്കുന്ന പേരറിയാത്ത അനുഭൂതിയിൽ അവൾ മതിമറന്നുപോയി. അടുത്ത നിമിഷം അവൻ്റെ അധരങ്ങൾ തന്നിൽ നിന്നും വേർപെട്ടു പോകുന്നത് തിരിച്ചറിഞ്ഞ നിഹ കണ്ണു തുറന്ന് തല ചെരിച്ചു നോക്കി. അന്നേരം ബെഡിൻ്റെ ഒരു വശം ചേർന്ന് അവൻ കിടന്നിട്ടുണ്ട്. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഞാൻ ഒരു കാര്യം മറന്നുപോയില്ലേ, എൻ്റെ മുന്നിൽ ഇതുപോലെ നിൽക്കുമ്പോൾ നീ അൺകംഫർട്ടബിൾ ആണല്ലോ. നമ്മളെ വിഷയത്തിൽ ഞാൻ തെന്നി മാറി എവിടെയോ എത്തി. സോറി, നീ ഓക്കെ ആവുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ കിളിപ്പോയി നിൽപ്പാണ്. ആദ്യമായി അനുഭവിച്ചറിയുന്ന സുഖമുള്ള അനുഭൂതി. അതിന് ഭംഗം വന്നതിൻ്റെ വിഷമം ആ മുഖത്ത് കാണാം. അവളുടെ ഇരിപ്പും മട്ടും ഭാവം കണ്ട് അവന് ചിരിയും വരുന്നുണ്ട്. അതല്ലേ അതിൻ്റെ ഒരു ശരി? അത് അവളുടെ കണ്ണിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ നേരത്തെ എന്തോ ആക്ച്വലി ഞാനിപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നല്ല നീ പറയാൻ വന്നത്? ഇറ്റ്സ് ഓക്കെ നിഹ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. നിഹ പറയാൻ വന്നത് ഞാനിപ്പോൾ ഓക്കെ ആണെന്നാണ്. അതിനു മുൻപ് അവൻ ചാടിക്കയറി ബാക്കി പറഞ്ഞു. അവൻ്റെ പറച്ചിൽ കേട്ട് നിഹയ്ക്ക് മറുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും. അവൾക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി. അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്ന് തൻ്റെ ഡ്രസ്സ് എങ്ങനെ എടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കവേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു. സങ്കടായോ? അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ ആ പിടച്ചിൽ, അതരങ്ങളിലെ ആ വിറയൽ അവൻ നോക്കി നിന്നു. തൻ്റെ ആ ചോദ്യത്തിനുള്ള മറുപടി അവളുടെ മുഖത്ത് നിന്നും അവന് വായിച്ചെടുക്കാം. ഒരു പാലൊട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട എൻ്റെ നിഹപ്പെണ്ണെ. ഇതിപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ബംഗാളിയെ  പോലെ  പണിയെടുക്കുന്നു, നീ കണ്ണും പൂട്ടി ആസ്വദിക്കുന്നു. ഇതെവിടത്തെ ന്യായം? അതൊന്നും പറ്റില്ല.
എൻ്റെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും സ്റ്റാമിന വർദ്ധിപ്പിക്കാനും ഇടയ്ക്കിടെ ഇങ്ങോട്ടും എന്തെങ്കിലും വേണ്ടേ? ഞാനിപ്പോൾ എന്ത് തരാനാ? നിഹ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ എന്താ പറയാ? എന്നെ സന്തോഷിപ്പിക്കാൻ എന്ത് വേണേലും തരാം. നിന്നിൽ നിന്നും ഞാനൊരു ഫ്രഞ്ചൊക്കെ പ്രതീക്ഷിച്ചതാ. പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു ഉമ്മ തരായിരുന്നു. എവിടെന്ന്? അതിന് ഇയാളെ എനിക്ക് അവസരം തന്നില്ലല്ലോ. നീ അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്. ആര് തന്നില്ലെന്ന് ആദം ചോദിച്ചതും നീ അവന് നേരെ വിരൽ ചൂണ്ടി. ഞാൻ ആരാ? ഇച്ചായൻ, അവൾ നാണത്തോടെ പറഞ്ഞു. അങ്ങനെ വഴിക്ക് വായൻ്റെ നിഹ കൊച്ചെ എന്നും പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ചു ഒന്ന് മറഞ്ഞു. ഇപ്പം നിഹ അവൻ്റെ കീഴെയാണുള്ളത്. ഇവിടെ അവസരം വരാനും നിന്റെ പേര് വിളിക്കാനും കാത്തുനിന്ന നടക്കില്ല മോളെ. ഇവിടെ അവസരം ഉണ്ടാക്കി നീ എന്നെ സന്തോഷിപ്പിക്കണം. ഇന്നത്തേക്ക് പോട്ടെ, ഞാൻ വിട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഫ്രഞ്ചുക്കും മേലെ നിന്നിൽ നിന്നും ഞാൻ പലതും പ്രതീക്ഷിക്കും. അവളുടെ കഴുത്തിൽ മുഖമുരച്ചിക്കൊണ്ട് അവൻ പറഞ്ഞു. അതിന് ഞാനെന്താ ചെയ്യണ്ടേ? എൻ്റെ നിഹ കൊച്ചെ, നിന്റെ ഈ നിഷ്കളങ്കത മറ്റൊരു പ്രാങ്കാണെന്നേ എനിക്ക് നല്ല സംശയമുണ്ട്. പാർട്ട്ണറെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്നേ ഏത് പൊട്ടനും അറിയും. അപ്പോൾ കാന്താരി മുളകായ നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരിയല്ല ഒത്തിരി പാടാണ്. തൽക്കാലം ഞാനത് വിശ്വസിച്ചെന്ന് നീ വിശ്വസിച്ചോട്ടാ എന്നും പറഞ്ഞ് അവളുടെ മാറിൽ അമർത്തി ചുംബിച്ചു. പിന്നീട് അവളിലേക്ക് അമരുമ്പോൾ അവനിൽ നിന്നും ടവൽ അടർന്നു പോകുന്നത് അവൾ നാണത്തോടെ നോക്കി നിന്നു. അവൻ അവളിലേക്ക് തൻ്റെ നഗ്ന ശരീരം ചേർത്ത് വെച്ചു. പരസ്പരം പുണർന്നുകൊണ്ട് ഇരുവരും ആ ഒരു നിമിഷം ആസ്വദിച്ചു കൊണ്ടിരുന്നു. പതിയെ ഇരു ശരീരവും ചൂട് പിടിച്ചു തുടങ്ങി. പരസ്പരം അറിയാൻ ഇരുവരും ഒരുപോലെ ആഗ്രഹിച്ചു. പിന്നീട് ഇരു ശരീരവും ഒന്നായി മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തഴുകിയും തലോടിയും ചുംബിച്ചും അവൻ വീണ്ടും അവളിലെ പെണ്ണിനെ ഉണർത്തി. ഏറെ ആവേശത്തോടെ അവൾക്ക് സുഖമുള്ള നോവ് നൽകിക്കൊണ്ട് അവൻ അവളിലെ പെണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. ആദ്യമായി ഇണചേർന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവളിലുണ്ടായിരുന്നു. അവൻ തൻ്റെ ചുംബനം കൊണ്ട് അവളിലെ നോവിൻ്റെ ആഴം കുറയ്ക്കാൻ ശ്രമിച്ചു. കാറ്റായും മഴയായും വെയിലായും അവൻ അവളിലേക്ക് പെയ്തിറങ്ങി. ഒടുവിൽ കിതപ്പോടെ അവളിലേക്ക് തന്നെ തളർന്നു വീണു. വാടിത്തളർന്നു കിടക്കുന്ന പെണ്ണിൻ്റെ നെറുകയെ ചുണ്ടമർത്തിക്കൊണ്ട് പ്രണയത്തോടെ അവൻ അവളെ തൻ്റെ മാറിലേക്ക് അണച്ചു പിടിച്ചു. അവളെന്ന ലഹരി അവനെ പിന്നെയും കൊതിപ്പിച്ചു. എത്ര രുചിച്ചാലും മതി വരാത്ത ലഹരി. വാടിയ താമരവട്ട് പോലെ കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ആഗ്രഹം ഉള്ളിലൊതുക്കി. അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു നെറുകയിൽ ചുംബിച്ചു. അവളുടെ പുറം മേനിയിൽ പതിയെ തട്ടിക്കൊണ്ടേയിരുന്നു. പതിയെ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഒരാഴ്ചത്തെ മധുവിധു രാവുകൾക്ക് ശേഷം എന്നും ഓർത്തു വെക്കാൻ 1000 മധുരമുള്ള ഓർമ്മകൾ നെഞ്ചിലേറ്റി ഇരുവരും ഫിൻലാൻഡിനോട് വിട പറഞ്ഞു. ത്രേസ്യാമൊന്ന് നിന്നേ. ഞായറാഴ്ച പള്ളിയിൽ പോയതാണ് ത്രേസ്യ. കൂട്ടിന് ക്ലാരയുണ്ട്. പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു ഇറങ്ങാൻ നേരാണ് അവരാച്ചൻ പിന്നെ നിന്ന് വിളിക്കുന്നത്. കൂടെ മകൾ സോഫിയുണ്ട്. ഞാൻ കരുതി ത്രേസ്യാമ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്ന ആളാണെന്ന്. ഇതിപ്പോൾ ത്രേസ്യാമ ഫീൽഡ് ഔട്ടായ കാര്യം ഞാൻ അറിഞ്ഞില്ല. പണ്ട് നിങ്ങളുടെ മോള് അന്യമതക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയപ്പോൾ എന്തൊക്കെ കോലാഹലമായിരുന്നു. അന്തസ്സും അഭിമാനമൊക്കെയും പറഞ്ഞ് കയ്യും വെട്ടി അവനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടില്ലേ? ഇപ്പം എവിടെ പോയി കളരിക്കലെ അന്തസ്സും അഭിമാനവും? അവരാച്ചൻ പുച്ഛിച്ചു. കളരിക്കലെ സ്വത്തും പണവും കണ്ടല്ല അവരാച്ചൻ എൻ്റെ കൊച്ചിനെ അങ്ങോട്ട് കെട്ടിച്ചു വിടാൻ ആഗ്രഹിച്ചത്. ഈ നിൽക്കുന്ന എൻ്റെ കൊച്ചിനെ നിങ്ങളുടെ കൊച്ചുമോളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ത്രേസ്യാമ്മ എൻ്റെ കൊച്ചിനെ എന്തൊക്കെയോ മോഹങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ എന്തായി? എന്നാലും ത്രേസ്യാമ്മേ, എൻ്റെ കൊച്ചിനോട് ഇത് വേണ്ടിയിരുന്നില്ല. അവരാച്ച ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. അവൻ ആ കൊച്ചുമായി പ്രണയത്തിലായിരുന്നു. അവന് പിന്നെ പഠിച്ച പെണ്ണിനെ വേണമെന്ന് ഒരേ നിർബന്ധം. ത്രേസ്യ പറഞ്ഞു. പഠിപ്പ്? എൻ്റെ കൊച്ചു +2 തോറ്റെങ്കിലും ഇവൾക്ക് നല്ല വിവരവും ബുദ്ധിയൊക്കെ ഉള്ളതാ. പിന്നെ എൻ്റെ കൊച്ചിനും അത്യാവശ്യം തയ്യലൊക്കെ അറിയാം. ഇതാ കണ്ടോ, ഈ ജുബ്ബ ഇവള് തയ്ച്ചു തന്നതാ. ഇത് തന്നെയല്ലേ നിങ്ങളുടെ കൊച്ചുമോൻ പണി. എൻ്റെ അവറാച്ച, അവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തയ്യൽക്കാരനല്ല, അറിയപ്പെടുന്ന ഡിസൈനറാണ്. ഓ, രണ്ടും കണക്കാൻ്റെ ത്രേസ്യാമ്മച്ചി. അല്ലയോടി മോളെ? പിന്നെ ത്രേസ്യാമ്മച്ചി, എൻ്റെ മോൾ ആദ്യമായി എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞത് ഇതാണ്. അതുകൊണ്ട് ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല, ത്രേസ്യാമ്മച്ചി എൻ്റെ മോളുടെ ആഗ്രഹം നടത്തി കൊടുക്കണം. ഇല്ലേ ഞാൻ കളരിക്കൽ കുടുംബത്തിൽ കയറിയങ്ങ് കളിക്കും. അവരാച്ചനെ ത്രേസ്യാമ്മച്ചിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവരാച്ച, അവൻ്റെ വിവാഹം കഴിഞ്ഞു പോയില്ലേ? ഓ, കുറച്ച് ദിവസം ഒരുമിച്ച് കഴിഞ്ഞെന്ന് വെച്ചേ ഇപ്പം എന്നാ ഉണ്ടാവാനാ? ആ പെണ്ണിനെ അങ്ങ് തട്ടിയേക്ക്.
പറ്റില്ലെങ്കിൽ എന്നോട് പറ, ഇരു ചെവി അറിയാതെ ഞാൻ ചെയ്തു തരില്ലയോ? അവറാച്ച അത് പിന്നെ വേണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട, കാര്യം നടന്നാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ഇനി പെരുമാറുന്നതേ ഈ രീതിയിലായിരിക്കില്ല. അവറാച്ച ഒന്ന് അടങ്ങ്, ആ കൊച്ചിനെ കൊല്ലാനൊന്നും നിൽക്കണ്ട, അല്ലാതെ തന്നെ ഞാൻ ഓടിച്ചോളാം. ഒരാഴ്ചത്തെ സമയം തന്നാൽ മതി. ത്രേസ്യ പറഞ്ഞത് കേട്ട് അവറാച്ചൻ അമർത്തി മൂലി അവിടെ നിന്ന് നടന്നു നീങ്ങി. ത്രേസ്യാമ്മച്ചിയെ, എൻ്റെ കയ്യിലെ ഒരു കിടിലൻ അഴിയുണ്ട്. ഇത്തിരി പണം ഇറക്കിയാൽ നമുക്കേ ഒരു നാടകക്കാരനെ ഇറക്കാം. അവനെ വെച്ച് ആ പെണ്ണുമായി കള്ളക്കഥ ഉണ്ടാക്കി ആദം കൊച്ചിൻ്റെ മനസ്സിൽ തീ കോരിയിടാം. അതോടെ രണ്ടും രണ്ടു വഴിക്കാവും. അപ്പം പിന്നെ പോലീസ് പിടിക്കുന്ന പേടിയും വേണ്ട. ക്ലാര പറഞ്ഞത് കേട്ട് ത്രേസ്യക്ക് അതാണ് നല്ലതെന്ന് തോന്നി. അതിന് പറ്റിയ ഒരാളെ ക്ലാര ത്രേസ്യക്ക് പരിചയപ്പെടുത്തി. പ്രതിഫലമായി അവൻ ചോദിച്ച 10 ലക്ഷം കേട്ട് ആദ്യം ത്രേസ്യക്ക് മടി തോന്നി. പിന്നെ അവറാച്ചൻ്റെ കാര്യം ഓർത്തപ്പോൾ ഡീൽ ഉറപ്പിച്ചു. ആദം നിയക്ക് അപകടം പറ്റിയ കുളത്തിൻ്റെ ഭാഗത്തേക്ക് വന്നതായിരുന്നു. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിലോ എന്ന് കരുതി. അന്നേരമാണ് അതവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പന്നിയുടെ ശല്യമുള്ളതിനാ തൊട്ടരികിൽ നട്ടിരിക്കുന്ന ചേന, ചേമ്പ്, മരച്ചീനി തുടങ്ങിയവയ്ക്ക് കമ്പിവേലി നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ കുടുങ്ങിക്കിടക്കുന്ന തുണിക്കഷ്ണം അവൻ കയ്യിലെടുത്തു. അത്യാവശ്യം വലിയ പീസ് തുണിയായിരുന്നത്. അതൊരു സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെയാണെന്ന് അവൻ മനസ്സിലാക്കി. എവിടെയോ കണ്ട് നല്ല പരിചയം പോലെ.